നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെൽപ്പാടങ്ങളിലേക്കുള്ള ജലസേചനത്തിനൊപ്പം നാണ്യവിള ജലസേചനത്തിനും സർക്കാർ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വാളയാർ ജലസേചന പദ്ധതി കനാലുകളുടെ നവീകരണം പൂർത്തിയായി. പൂർത്തീകരണ ഉദ്ഘാടനം എലപ്പുള്ളിയിൽ. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പ്രവർത്തനോദ്ഘാടനം. ഓണമായിട്ടും പാലക്കാട് ജില്ലയിൽ നെല്ലുവില കിട്ടാതെ 4 ലക്ഷത്തോളം കർഷകർ. സപ്ലൈകോ നെല്ലളന്നിട്ട് 5 മാസം പിന്നിടുന്നു. ഓണത്തിന് മുൻപ് മുഴുവൻ തുകയും കൊടുത്ത് തീർക്കുമെന്ന് സർക്കാർ ഉറപ്പ് പാലിക്കാൻ ഇനി മുന്നിൽ 3 ദിവസം മാത്രം. ഓണനിറവിൽ നാട്, വീണ്ടും ആഘോഷ സമൃദ്ധി. ക്ലബ്ബുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സജീവമായി. ചെറുതുരുത്തിയിൽ ഭക്തിയുടെ നിറവിൽ ഗണേശോത്സവം. വിഗ്രഹ നിമഞ്ജനത്തോടെ ആഘോഷത്തിന് സമാപനം. ആഘോഷ പരിപാടികൾ ചെറുതുരുത്തി ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വാളയാർ ജലസേചന പദ്ധതി കനാലുകളുടെ നവീകരണം പൂർത്തിയായി. പദ്ധതി പൂർത്തീകരണ ഉദ്ഘാടനം എലപ്പുള്ളി ചന്തപ്പേട്ടയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നെൽപ്പാടങ്ങളിലേക്കുള്ള ജലസേചനത്തിനൊപ്പം നാണ്യവിള ജലസേചനത്തിനും സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. 16 കോടി രൂപ അടങ്കൽ തുക വരുന്ന കനാൽ നവീകരണ പ്രവൃത്തികളുടെ പൂർത്തീകരണ ഉദ്ഘാടനമാണ് സംഘടിപ്പിച്ചത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മലമ്പുഴ MLA A. പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, ജനപ്രതിനിധികൾ, ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ ഗ്രാമീണ കുടിവെള്ള പദ്ധതിക്ക് തുടക്കം. പ്രവർത്തനോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. എല്ലാ ഉപകരണങ്ങളും എത്തിക്കാനുള്ള നിർദ്ദായ പദ്ധതിയാണ്. അതിനനുമാനമായ തിരിച്ചറിവ് സംസ്ഥാന സർക്കാരിനുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാകുന്ന ഈ പദ്ധതി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്നതിൽ വളരെ മുന്നോട്ട് പോയി. ഈ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ കേരള വാട്ടർ മുഖാന്തരം കേരളത്തിലെ ശുചീകരണം നടത്തിയിട്ടുള്ളത് 17 ലക്ഷം രൂപ. കേരളത്തിൽ മൊത്തം ഗ്രാമീണ ഭവനങ്ങളുടെ എണ്ണം 70 ലക്ഷത്തിലധികം. ആ 70 ലക്ഷത്തിൽ 17 ലക്ഷം കുടുംബത്തിൽ മാത്രമായിരുന്നു കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് പ്രധാനമുള്ള കഴിഞ്ഞ 19 വർഷക്കാലം. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടിക്കടവ് പ്രദേശത്ത് ഭാരതപ്പുഴയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കോട്ടായി പഞ്ചായത്തും പൊതുജന പങ്കാളിത്തത്തോടുകൂടിയും നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ കോട്ടായി പഞ്ചായത്തിലെ എല്ലാ ഭവനങ്ങളിലും ടാപ്പുകൾ വഴി ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യം. കോട്ടായി പഞ്ചായത്തിൽ മുട്ടിക്കടവ് പ്രദേശത്തെ കിണറും പമ്പ് ഹൗസും, കോട്ടായിൽ ജലശുദ്ധീകരണശാല, ഓടന്നൂർ, കോട്ടായി സോണുകളിലേക്കായി 2 ഉന്നതതല ജലസംഭരണികൾ, മോട്ടോർ പമ്പ് സെറ്റുകൾ, ട്രാൻസ്ഫോർമറുകൾ, കണക്ഷനുകൾ നൽകുന്ന പ്രവൃത്തി, പമ്പിംഗ് മെയിൻ, വിതരണ ശൃംഖല സ്ഥാപിക്കൽ എന്നീ പ്രവൃത്തികളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. തരൂർ നിയോജക മണ്ഡലം MLA PP സുമോദ് അധ്യക്ഷത വഹിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സതീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കേരള വാട്ടർ അതോറിറ്റി ബോർഡ് മെമ്പർ ജോസഫ്, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K. കുഞ്ഞിലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR മഹേഷ് കുമാർ, NK ശശിധരൻ, പ്രദീപ് പടിഞ്ഞാക്കര, താജുദ്ദീൻ മാസ്റ്റർ, S. ശശികുമാർ, അജീഷ് കുമാർ KG എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓണമെടുത്തിട്ടും പാലക്കാട് ജില്ലയിൽ നെൽവില ലഭിക്കാതെ 4 ലക്ഷത്തോളം കർഷകർ. നെല്ലളന്നിട്ട് 5 മാസം പിന്നിടുകയാണ്. ഓണത്തിന് മുമ്പ് മുഴുവൻ തുകയും കൊടുത്ത് തീർക്കുമെന്ന് സർക്കാർ ഉറപ്പ് പാലിക്കാൻ ഇനി ദിവസങ്ങളോളം ശേഷിക്കുന്നുള്ളൂ. കഴിഞ്ഞ 2ാം വിളയിൽ സപ്ലൈകോയ്ക്ക് അളന്ന നെല്ലിൻ്റെ വിലയാണ് 5 മാസത്തിന് ശേഷവും നൽകാത്തത്. നെല്ലുവില കിട്ടാത്തതിനാൽ ഓണം ആഘോഷിക്കാൻ പോലും വഴിയില്ലാത്ത സ്ഥിതിയിലാണ് പല കർഷകരും. തരൂർ നിയോജകമണ്ഡലം സപ്ലൈകോ ഓണം ഫെയറിന് കോട്ടായിൽ തുടക്കം. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ഒക്കെ ഇവിടെ കേരളത്തിലെ ഏത് സർക്കാരുകളായാലും ആ സർക്കാരുകളെല്ലാം തന്നെ വിപണിയിൽ കൃത്യമായി ഇടപെടുന്ന സാഹചര്യം കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ തന്നെ വെളിച്ചെണ്ണ വില കൂടിയപ്പോൾ വളരെ ന്യായവില
ഉറപ്പാക്കാൻ വേണ്ടി സാധിച്ചു. നിങ്ങളോടൊരു കാര്യം കൂടി പറയാം. 1000 ഉറുപ്പിയുടെ ഗിഫ്റ്റ് വിടണം. 1000 ഉറുപ്പിയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. ഇപ്പോൾ പെൻഷനൊക്കെ ചിലപ്പോൾ കിട്ടിയ ഒരു 1000 ഉറുപ്പിയുടെ ഗിഫ്റ്റ് വൗച്ചർ ഇവിടെ കൊടുത്താൽ ആരാണോ കുടുംബക്കാർ മകൻ സൂതവർക്ക് ഇവിടെ വന്നിട്ട് 1000 ഉറുപ്പിയുടെ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സാധ്യതകളായി കേരളത്തിലെ ജനങ്ങളെ ആകെ ആകർഷിക്കുന്ന രൂപത്തിലേക്ക് ഇത്തരം സപ്ലൈകോ സംവിധാനങ്ങൾ മാറുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. AAY റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യമായ സഹായം കൊടുക്കുന്നു. പ്രധാനപ്പെട്ട അന്തേവാസികൾക്ക് ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള സാധാരണക്കാരായ കുഴൽബന്ധം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, 3-ാം വാർഡ് മെമ്പർ NK ശശിധരൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ, CPI കോട്ടായി ബ്രാഞ്ച് സെക്രട്ടറി CR കുഞ്ചു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CM രാജകൃഷ്ണൻ, മുസ്ലിം ലീഗ് പ്രതിനിധി താജുദ്ദീൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ആലത്തൂർ സപ്ലൈകോ ഡിപ്പോ അസിസ്റ്റന്റ് മാനേജർ V സതീഷ് സ്വാഗതവും ആലത്തൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ M ജലീഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ നഗരസഭാ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഷൊർണൂർ നഗരസഭാ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് 500 പേർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത്. കുടുംബശ്രീ ഹാളിൽ നടന്ന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭയുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ CDS നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഓണത്തിന് 500 കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. അയൽക്കൂട്ടങ്ങൾ മുഖാന്തരം ഒരു കിറ്റിന് 650 രൂപ വെച്ച് ഓണം സമൃദ്ധമാക്കുക, വില കുറച്ച് നിത്യോപയോഗ സാധനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് ഷൊർണൂർ നഗരസഭയിലെ CDS ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കിറ്റിന് 650 രൂപയാണ് വില. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ VC സിന്ധു അധ്യക്ഷയായിരുന്നു. ഉപജീവന ഉപസമിതി കൺവീനർ മാലിനി, മെമ്പർ സെക്രട്ടറി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മംഗല ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓണച്ചന്ത തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം ഓണം എല്ലാവർക്കും നല്ല ഗംഭീരമായിരിക്കും. നമ്മുടെ സൊസൈറ്റിയിലെ വിറ്റ് 1540 വെച്ചിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പച്ചക്കറി നമ്മുടെ ക്ഷേമകാര്യ അത് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നട്ടുകൊണ്ട് കൃഷി ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇപ്രാവശ്യം കൂടുതലും സാധനങ്ങൾ എല്ലാം എത്തിച്ചിട്ടുണ്ട്. CDS ചെയർപേഴ്സൺ KA വിനീത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രാമചന്ദ്രൻ, A നദീറ, EP സുരേഷ്, സെക്രട്ടറി സുനിത, അസിസ്റ്റന്റ് സെക്രട്ടറി NK കണ്ണൻ, പഞ്ചായത്ത് അംഗം MV രമേശ്, സുജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണച്ചന്ത പ്രവർത്തനം തുടങ്ങി. പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ അർച്ചന അധ്യക്ഷയായി. സജിത, കവിത, ശ്യാം, ഹരിദാസ്, ശ്രീനിവാസൻ പെരുവല, പ്രകാശൻ, കൃഷ്ണൻകുട്ടി, KP ശ്രീധരൻ, വിജയൻ എന്നിവർ സംസാരിച്ചു. മുള്ളൂർക്കൽ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കോടിയും ഭക്ഷ്യക്കിറ്റ് വിതരണവും നടന്നു. സേവാഭാരതി തൃശൂർ ജില്ലാ സെക്രട്ടറി PU സനീഷ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KE അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വിനോദ് T സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി ശിവദാസൻ, മുള്ളൂർക്കരയിലെ മറ്റ് പൗരപ്രമുഖർ എന്നിവർ പങ്കെടുത്തു. അമ്മയ്ക്ക് പണിയുണ്ടാവും, മകന് പണിയുണ്ടാവും. ആ മകനൊരു അനിയനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ആ കുട്ടിക്ക് ഒരു അനിയനുണ്ടെങ്കിൽ ആ അനിയനും പണിയുണ്ടാവും. ഒരു വീട്ടിലൊരു 4-5 ആൾക്ക് പണിയുണ്ടാവും. പണി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെയാലും ഒരു 500 രൂപയിൽ കുറയാത്ത വരുമാനം ഉണ്ടാവും. ഇത്രയും വരുമാനമുള്ള ട്രഷറർ സുരേഷ് M നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര കല്ലൂർ NSS കരയോഗത്തിന്റെ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. നടത്തിയ പ്രോഗ്രാംസ് ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ നായർ മഹാസമ്മേളനമാണ്.
നായർ മഹാസമ്മേളനത്തെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടിരുന്നതാണ്. ഈയിടെ നമ്മുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി കാണാൻ വരുന്നു. അദ്ദേഹം വളരെ ചിരിച്ചിന്നും മറന്നിട്ടില്ല, ചിരിച്ച് സന്തോഷത്തോട് പുള്ളി പറഞ്ഞു, നിങ്ങൾ തുടങ്ങി വെച്ചു, ഇന്ന് എൻ്റെ അലയടികൾ എല്ലാ ഭാഗത്തുമുണ്ട്. അതിൻ്റെ ഒരു അലയടിയാണ് ഇന്നലെ ഒറ്റപ്പാലത്തും മന്നത്ത് ആചാര്യൻ്റെ പ്രതിമ സ്ഥാപിച്ചു, ഇന്നലെ സ്ഥാപിച്ചു. ഇനി മണ്ണാർക്കാട് സ്ഥാപിക്കാൻ പോകുന്നു. കാരണം അന്ന് ചെയ്തതിൻ്റെ അലയടികൾ ഇനിയും മാറിയിട്ടില്ല. അതിനെല്ലാം പാർട്ടിസിപ്പേറ്റ് സകല സപ്പോർട്ടും ചെയ്തെന്ന പ്രിയപ്പെട്ട എൻ്റെ കരയോഗം മെമ്പർമാർക്ക് ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. കരയോഗം പ്രസിഡന്റ് MK വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. R. ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് വൈസ് പ്രസിഡന്റ് K. ശിവാനന്ദൻ, PR രാജേശ്വരി ടീച്ചർ, KP രാജഗോപാൽ, വിജയകുമാരി, V. മുരളീധരൻ, P. രവീന്ദ്രൻ, P. കൃഷ്ണകുമാർ, ധന്യ മുരളി, M. ശശിധരൻ, ഓമന ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. NSS ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. S. ശശികുമാർ സ്വാഗതവും MK സത്യനാരായണൻ നന്ദിയും പറഞ്ഞു. രാവിലെ കരയോഗ മന്ദിരത്തിൽ പ്രസിഡന്റ് MK വാസുദേവൻ പതാക ഉയർത്തിയിരുന്നു. തുടർന്ന് ഘോഷയാത്രയുമുണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം കലാപരിപാടികളും എൻഡോമെന്റ് വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഓങ്ങല്ലൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണം സമൃദ്ധി 2025 കർഷക ചന്ത പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ ഹാരിയ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സെപ്റ്റംബർ 1 മുതൽ 4 വരെ ഓങ്ങല്ലൂർ ടൗണിലെ സ്വകാര്യ കെട്ടിടത്തിലാണ് ചന്ത പ്രവർത്തിക്കുന്നത്. ഒറ്റപ്പാലം അർബൻ ബാങ്കിൻ്റെ ഡിവിഡൻ വിതരണോദ്ഘാടനം സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി നിർവഹിച്ചു. ബാങ്കിലെ A ക്ലാസ് മെമ്പർമാർക്ക് 10% ഡിവിഡൻ നൽകാൻ ബാങ്കിൻ്റെ 88ാം വാർഷിക പൊതുയോഗം തീരുമാനിച്ചിരുന്നു. ഇവിടെ വന്നതിൻ്റെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളെന്നെ വിശ്വസിക്കാമെന്നില്ല, ഞാൻ ഈ ബാങ്ക് ഇടുന്നതിനെക്കാട്ടിലും മുമ്പ് ട്രൗസർ ഇടുന്ന പ്രായത്തിൽ ഈ ബാങ്കിൽ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ കൂടെ 2-3 പ്രാവശ്യം ഡാഡി നേരത്തെ പറഞ്ഞ ഡാഡിൻ്റെ പൈസ ഇടപാടുകളിലേക്ക് ഈ ബാങ്കായിട്ട് നടന്നത്. ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ എത്ര വർഷമായത്, 45 വർഷമായി എൻ്റെ ഡാഡി ഇവിടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. സോ അങ്ങനെയാണ് സന്തോഷം. അതിനപ്പുറമായിട്ട് എൻ്റെ അപ്പച്ചൻ, അതായത് എൻ്റെ മുത്തശ്ശൻ, ഇവിടെ ഉമ്മായിട്ടുള്ള ചേട്ടൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ളതറിയില്ല, അദ്ദേഹം ഇവിടെ RS റോട്ടിൽ ചൂട് നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ബന്ധത്തിൽ അദ്ദേഹത്തിന് ഇവിടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ബാങ്ക് ചെയർമാൻ U. രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. ശിവപ്രിയ, ശ്രീജിത്ത് എന്നിവർ സ്റ്റീഫൻ ദേവസിയിൽ നിന്ന് 2024-2025 വർഷത്തെ ആദ്യ ഡിവിഡൻഡ് ഏറ്റുവാങ്ങി. ബാങ്ക് ഡയറക്ടർമാരായ KP സുധീർ, M. വിജയൻ, PK ഗംഗാധരൻ, T. സുനിൽ, മെയിൻ ബ്രാഞ്ച് മാനേജർ PK ശാന്തി, M. ഗോപാലകൃഷ്ണൻ, PK ദേവസ്യ എന്നിവർ പങ്കെടുത്തു. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M. രാമനുണ്ണി സ്വാഗതവും ജനറൽ മാനേജർ KS ഉജ്വൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വരോട് ക്ഷീരസംഘം 2023-24 വർഷത്തെ ബോണസ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷൻ നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ മുജീബ് അധ്യക്ഷയായിരുന്നു. സംഘം പ്രസിഡന്റ് K. സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. KSFE ബിസിനസ് ടേൺ ഓവർ 1 ലക്ഷം കോടി എന്ന ലക്ഷ്യം കൈവരിച്ചതിൻ്റെ വിളംബര ജാഥ വാണിയംകുളം ബ്രാഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ജാഥയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തു. ബ്രാഞ്ച് മാനേജർ P. ആതിര നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. നെൽപ്പാടങ്ങളിലേക്കുള്ള ജലസേചനത്തിനൊപ്പം നാണ്യവിള ജലസേചനത്തിനും സർക്കാർ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വാളയാർ ജലസേചന പദ്ധതി കനാലുകളുടെ നവീകരണം പൂർത്തിയായി. പൂർത്തീകരണ ഉദ്ഘാടനം എലപ്പുള്ളിയിൽ. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പ്രവർത്തനോദ്ഘാടനം. ഓണമായിട്ടും പാലക്കാട് ജില്ലയിൽ നെല്ലുവില കിട്ടാതെ 4 ലക്ഷത്തോളം കർഷകർ. സപ്ലൈകോ നെല്ലളന്നിട്ട് 5 മാസം പിന്നിടുന്നു. ഓണത്തിന് മുൻപ് മുഴുവൻ തുകയും കൊടുത്ത് തീർക്കുമെന്ന് സർക്കാർ ഉറപ്പ് പാലിക്കാൻ ഇനി മുന്നിൽ 3 ദിവസം മാത്രം. ഓണനിറവിൽ നാട്, വീണ്ടും ആഘോഷ സമൃദ്ധി. ക്ലബ്ബുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സജീവമായി. ചെറുതുരുത്തിയിൽ ഭക്തിയുടെ നിറവിൽ ഗണേശോത്സവം. വിഗ്രഹ നിമഞ്ജനത്തോടെ ആഘോഷത്തിന് സമാപനം. ആഘോഷ പരിപാടികൾ ചെറുതുരുത്തി ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.